ഹായ് ഹലോ, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തിയുടെ റെസിപ്പി കാണാം കേട്ടോ. ഈ മന്തിയിൽ നമ്മൾ ക്യാപ്സിക്കം ഒന്നും ഇടണില്ല കേട്ടോ, അല്ലാതെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് കണ്ടാലോ. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് ഇന്ത്യ ഗേറ്റിൻ്റെ സെല്ല ബസ്മതി റൈസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 1 മണിക്കൂർ നേരം ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. ആ ഒരു സമയം നമുക്ക് ചിക്കനിലേക്കുള്ളൊരു മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂണ് മുഴുവൻ മല്ലി, 1 ടേബിൾ സ്പൂണ് നല്ല ജീരകം, 3/4 ടേബിൾ സ്പൂണ് ഏലക്ക, 1 ടീസ്പൂണ് ഗ്രാമ്പു, പിന്നെ 2 ബേ ലീഫും, പിന്നെ ഒരു പീസ് പട്ട ചെറുതായി കട്ട് ചെയ്തതും, പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മുഴുവൻ കുരുമുളക് ഉണ്ടെങ്കിൽ അത് 1 ടേബിൾ സ്പൂണ് ഈ ഒരു സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പൊടിയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് വറുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി വേണ്ടത് ഇതിലേക്ക് ഒരു ഉണക്കനാരങ്ങയാണ് കേട്ടോ. അതൊന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അങ്ങനെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂണ് ക്രഷ് ചെയ്ത കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് നല്ല പോലെ തന്നെ നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്കൊരു കുക്കറിലേക്ക് 1 കിലോനോളം വരുന്ന ചിക്കൻ ഞാനിവിടെ വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ ഇതുപോലെ നല്ലപോലെ കുത്തി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച മസാലയിൽ നിന്നും 1 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് നിറയെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂണ് നല്ല ജീരകം ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നമുക്ക് 1 ടീസ്പൂണോളം വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 മാഗി ക്യൂബാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ കളറിനായിട്ട് കുറച്ച് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയം തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ വിട്ടുപോയതാണ് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. മാഗി ക്യൂബിൽ ഉപ്പുള്ളത് കൊണ്ട് അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നല്ല പോലെ തന്നെ ചിക്കനിലൊക്കെ മസാല പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചിക്കനിലൊക്കെ മസാല പിടിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു സമയം ചിക്കൻ വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിലധികം തന്നെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഓയിലും പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ റൈസ് വറ്റിച്ചെടുക്കല്ല കേട്ടോ ചെയ്യണത്, ഊറ്റി വെക്കണ രീതിയിലാണ് തയ്യാറാക്കുന്നത്. അങ്ങനെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മസാലപ്പൊടി ഉണ്ടല്ലോ അതിൽ നിന്നും ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. അങ്ങനെ അതാ വെള്ളമൊക്കെ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രെയിൻ ചെയ്ത് വെച്ച റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ റൈസ് നമുക്ക് 90% വെന്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയം നമുക്ക് ഇത് ഊറ്റി വയ്ക്കാം. ഊറ്റിയ റൈസ് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് മഞ്ഞക്കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക് കുത്തി വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഒരു പാത്രം നടുവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ചാർക്കോൾ കത്തിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ചാർക്കോളിലേക്ക് സൺഫ്ലവർ ഓയിലോ അതല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ കുക്കറിൻ്റെ മൂടി അടച്ച് വെച്ചിട്ട് നമുക്കിതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരൊറ്റ വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. മുഴുവൻ പ്രഷർ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അതാ നമ്മുടെ മന്തിയൊക്കെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ റൈസൊക്കെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അടിക്ക് പിടിക്കാന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. കറക്റ്റായിട്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. ഇനി നമുക്ക് ഈ റൈസിൻ്റെ മുകളിൽ നിന്നും ചിക്കൻ്റെ പീസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് റൈസ് നല്ല പോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മന്തി ആകുമ്പോൾ കറക്റ്റായിട്ട് തന്നെ മിക്സായി എടുക്കണം, അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ.
അങ്ങനെ അതാ റൈസൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. റൈസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ, ഭയങ്കര സോഫ്റ്റും അതുപോലെ തന്നെ ഒന്നിനൊന്ന് ഒട്ടിപ്പിടിക്കാത്ത രീതിയിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചിക്കൻ്റെ പീസും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.